കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ നടന്നിടുവാൻ, അന്ത്യം വരെയും സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകുവാൻ കൃപയും ശക്തിയും പകരണമേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സൗഖ്യ പ്രാർത്ഥനയിലേക്കും വീരശക്തിയുടെ ജീവിത ദുരന്ത അവസ്ഥകളിലുള്ള സഹോദരങ്ങളെ വിടുതൽ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കൃപാസനം കഴിഞ്ഞ് 34 വർഷം നടത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് അഖണ്ഡ ജപമാലയുടെ ശക്തിയാൽ അങ്ങയുടെ അവകാശമോഖര്യമാകുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവേ. കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ, ചുവടിന് കേളി നൽകിയവനെ, കർത്താവെ, ഊമന് സംഭാഷണം നൽകിയവനെ, നിന്റെ തിരുമുറിവാർന്ന് വലതു കരാം, നിന്റെ തിരുമുറിവാർന്ന് വലതു കരാം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ക്യാൻസർ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ, എല്ലാ രോഗങ്ങളും കർത്താവെ ഈ നിമിഷം കർത്താവ് നിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ, വിശുദ്ധമായ രക്തം കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാരക രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. പരിശുദ്ധനേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലാ, അറിവോടെ നോക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാര്യാഭർത്താക്കന്മാരെന്ന് പിരിഞ്ഞു താമസിക്കുന്നവരെ, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ, കടകമ്പോളങ്ങൾ കൊണ്ട് ജീവിതം, അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉപത്തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരെ, അങ്ങനെ അവരുടെ ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോകുന്നവരെ, അങ്ങനെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, സ്കൂൾ കുഞ്ഞുങ്ങളെ പരീക്ഷ കഴിഞ്ഞവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, അവരുടെ പരീക്ഷകളിൽ കർത്താവ് ഉന്നതമായ വിജയം കൈവരിച്ചുകൊണ്ട് അവർക്ക് ഉന്നതമായ ഭാവി വിദ്യാഭ്യാസം ഭാസ്വരമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ശ്രുതികടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമം, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മയെ, പരിശുദ്ധമ്മ, ദേവമാതാവെ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവെ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ഓൺലൈനിലുള്ളവരെയും വൃത്താടത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി തടഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിരിച്ചുവിട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സസ്പെൻഷനിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർ തിരികെ എടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഭവന രഹിത ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വഴിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോൺ പാസ്സാകാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബാധ്യതകളും ജപ്തി നടപടികളും നേരിടുന്നവരെ സ്ഥിതി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ വഴക്കുകൾ, കലഹങ്ങൾ, കൊലാഹലങ്ങൾ മൂലം
സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കരുത കണ്ണീരില്ലാത്ത, ചോറുണ്ണാൻ പറ്റാത്ത രീതിയിൽ വെണ്ണീരോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അയൽവാസികളുടെ ഭിന്നതയും രൂക്ഷമായ മത്സരങ്ങളും കാരണം സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളം ദൈവശക്തിയാൽ മാർഗ രോഗങ്ങൾ തീരാ വേദകൾ യേശുവിന്റെ നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിനാ അറിവോടെ നോക്കണമേ. എൻ്റെ മക്കളെ, വ്യത്യസ്ത യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. യാത്രാരേഖയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണ്. കോടതി കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, ആഭിചാര ഭയങ്ങൾ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ, മാറാത്ത രോഗങ്ങൾ, കുഞ്ഞുങ്ങളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, ഇങ്ങനെ എല്ലാ മേഖലകളിലും കളഞ്ഞുപോയ വസ്തുക്കൾ, ചതിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടും അന്യൻ്റെ കയ്യിലാക്കി അന്യാധീനപ്പെട്ടു പോയ സ്വത്തുക്കൾ, ഇങ്ങനെ ഓരോ മേഖലകളിലെ വിഷമം അനുഭവിക്കുന്നവരെ ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയായി ഞാൻ എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവിതമാർഗം മുടിഞ്ഞു നിറച്ചു പോയൊരു കർത്താവെ, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുരുക്കുകൾ, സാമ്പത്തിക കുരുക്കളിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യാധീനപ്പെട്ട സ്വത്തുകൾ, അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങളിൽ കർത്താവ് വെച്ച പദ്ധതികൾ, ആഗ്രഹിച്ച രീതികളിൽ വന്ന പോരായ്മകൾ, പാളിച്ചകൾ, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാത്ത രീതിയിൽ കർത്താവ് പെട്ടെന്ന് എല്ലാത്തിനും പാളിച്ച വന്ന പോലെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ അന്തം വിട്ട് നിൽക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയുകയും ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ കരുണ അവർ ആവശ്യിക്കാൻ സാക്ഷ്യം പറയാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുമാറാവട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിനാ അറിവോടെ നോക്കണമേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിനോടുകൂടി ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ അവിടുത്തെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉന്നതത്തിലെ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീവ്ര വേദനയുടെ സമയത്ത് ഗത്സമനേരിൽ ഈശോ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതുപോലെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ക്ലേശകാലങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി പ്രേക്ഷിത കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് കൃപയിൽ നിന്നുകൊണ്ട് ദൈവശക്തി കരയേറ്റുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും Ave, Ave,